ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ ആദിനെയും കൂട്ടിക്കൊണ്ട് സുജി വക്കീലിന്റെ അടുത്തേക്ക് പോയിരിക്കാട്ടോ. വക്കീലാണെങ്കിൽ ആദിയുടെ സംസാരം കേൾക്കുമ്പോൾ ആകെ ഷോക്കായി പോവാണ്. ഒരു ചെറിയ കുട്ടിയാണെങ്കിലും പ്രായത്തിനനുസരിച്ചിട്ടുള്ള പക്വതയല്ല, ഒരു വലിയ ആളുകളുടെ പക്വതയാണ് ആദിക്കുള്ളത്. വക്കീല് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആദ്യം മറുപടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വക്കീലിന് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നാണ്. മഹേഷിനോട് പറയുന്നുണ്ട്, മഹേഷ് എന്തായാലും ഈ കേസ് നമ്മൾ ജയിക്കുമെന്ന് എനിക്കിപ്പോൾ നല്ലൊരു വിശ്വാസമുണ്ട്. മഹേഷിന്റെ മകൻ ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ലൊരു കുട്ടിയാണ്. കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല രീതി തന്നെ മനസ്സിലാവുന്നുണ്ട്. വലിയ കുട്ടികളുടെ പക്വതയാണ് അവനെ കൈവന്നിരിക്കുന്നത്. മഹേഷ് പറയുന്നുണ്ട്, അവന്റെ ജീവിതാനുഭവങ്ങളാണ് വക്കീലെ അവൻ ഈ രീതിയിലാക്കിയത്. എന്തായാലും നാളത്തെ കോടതി നമ്മൾ ജയിച്ചിരിക്കും, എനിക്കിപ്പോൾ അത് 100% ഉറപ്പാണ് എന്ന് വക്കീല് പറയാണ്. മഹേഷിനും സന്തോഷാവാട്ടോ. അങ്ങനെ മഹേഷും ആദ്യം കൂടി വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് ആകാശ് വരുവാണ്. എന്താണ് വക്കീലിനോട് നിങ്ങൾ സംസാരിച്ചത്? നാളത്തെ കേസ് നിങ്ങൾ ജയിക്കോ അതോ ആദീനെ അവന്റെ അമ്മക്ക് വിട്ടുകൊടുക്കേണ്ടി വരുമോ മഹേഷേ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അത് ഞങ്ങൾ എന്തിനാടാ നിന്നോട് പറയണത്? നീ ജഡ്ജോ വക്കീലോ ഒന്നും അല്ലല്ലോ. അയ്യോ, ഞാൻ ആരുമല്ലേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങളുടെ വക്കീൽ നിങ്ങൾക്ക് ഇപ്പോ ആത്മവിശ്വാസമൊക്കെ തന്നു കാണുമായിരിക്കും അല്ലെ? മോന്റെ വിധിയാണ്, മോൻ പറയണതാണ് കറക്റ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അതിലൊന്നും ഒരു കാര്യവും ഇല്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ രചന സിംഗിൾ ആണ്, പക്ഷെ മഹേഷ് ഇപ്പോഴാണെന്നുണ്ടെങ്കിലോ വിവാഹം കഴിച്ചു, അതിലൊരു കുഞ്ഞു ആകാൻ പോകുന്നു. അതുകൊണ്ട് മഹേഷിന്റെ വക്കീൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആദീന രചനക്ക് തന്നെ കിട്ടും എന്ന് ആകാശ് പറയുമ്പോ മഹേഷ് പറയണ്ട്, ആണോ, അങ്ങനെയാണോ, അത്രക്ക് ആത്മവിശ്വാസമാണോ? എങ്കിൽ ശരി, അവളെടുത്തോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ജയിച്ചിട്ട് അവള് ആദിനെ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകണത് ഞാനൊന്ന് കാണട്ടെ എന്ന് വേണ്ട മഹേഷ് അവിടുന്ന് വെല്ലു വിളിച്ചിട്ട് ആദിനെയും കൂട്ടിക്കൊണ്ട് പോകുവാട്ടോ. അവര് പോയി കഴിയുമ്പോഴേക്കും ആകാശ് മനസ്സിൽ വിചാരിക്കുകയാണ്, എടാ മോനെ, നിന്റെ വക്കീൽ ഒന്നും മിണ്ടിയില്ലെങ്കിൽ പോലും ഈ കേസ് നിങ്ങൾ തന്നെ ജയിക്കും. കാരണം നിങ്ങൾ ഈ കേസ് ജയിക്കണം, അതാണ് എൻ്റെ ആവശ്യം. കേസ് ജയിച്ചിട്ട് നീ ആദ്യം കൊണ്ട് പോ. അതിനുശേഷം രചനയുടെ രചനയുടെ ആ ഒരു അവസ്ഥ കണ്ട് നീറി നീറി ജീവിക്കാനാണ് അവളുടെ മോന്റെ വിധി. അത് ഞാൻ അവനെ കൺമുമ്പിൽ തന്നെ കാണിച്ചെടുക്കാം. എടാ ആദി, നിന്റെ അഹങ്കാരത്തിന് ഈ ആകാശങ്ങൾ തിരിച്ചടി തരാൻ വേണ്ടി പോവാടാ. നിന്റെ മമ്മി വഴി നിന്റെ മമ്മിനെ ഒരു അടിമ പോലെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആകാശിന്റെ വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. വക്കീലിനോട് പറയുന്നുണ്ട്, വക്കീലെ, നാളെ നമ്മൾ തോൽക്കോലോ അല്ലേ? ആ, ജയിക്കേണ്ട കേസായിരുന്നു. പിന്നെ ആകാശ് മേനോൻ പറഞ്ഞോണ്ട് ഞാൻ മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാം. അല്ല, ഞാൻ പറഞ്ഞോണ്ട് മാത്രമല്ലല്ലോ, വക്കീലിന് അതിന് പ്രതിഫലവും തരുന്നുണ്ടല്ലോ. പിന്നെ ഈ കാര്യം നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അതത്രയും തന്നെയുള്ളൂ ആകാശ് മേനോൻ, വേറൊന്നുമല്ല. ഇത് വേറൊരാളറിഞ്ഞാ എനിക്കാണ് നാണക്കേട്. ഞാൻ വാദിച്ചേക്കണ എല്ലാ കേസും ഞാൻ ജയിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം. എന്റെ വക്കീലെ, കുറച്ചൊക്കെ നമ്മൾ പണത്തിന് വേണ്ടി പലതും മറക്കേണ്ടി വരും. ചിലപ്പോൾ വിജയവും തോൽവിയൊക്കെ അങ്ങനെ അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ പണത്തിന് മുമ്പിൽ ഒന്നുമല്ല. ആ, എന്തായാലും നാളെ കോടതിയിലേക്ക് വരട്ടെ. അല്ല, രചന ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലെ? ഒന്നുമില്ല വക്കീലെ. ശരി, എന്നാലും 10 മണിയാകുമ്പോഴേക്കും കോടതിയിൽ ഹാജരാവണം നാളെ. ശരി എന്ന് പറഞ്ഞിട്ട് ആകാശ് അവിടെ നിന്ന് പോവാണ്. രാത്രിയാകുമ്പോഴേക്കും രചന ആകാശിനോട് പറയണ്ട്, അതെ, നാളെ കോടതിയിൽ നമ്മൾ ജയിക്കുമല്ലോ അല്ലേ? ജയിക്കുമെന്നാണല്ലോ വക്കീല് പറഞ്ഞത്. അല്ലെങ്കിലും നിനക്ക് തന്നെ നീതി കിട്ടാനാണ് രചന ചാൻസ്. നിന്റെ മോൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ആ ഒരു സമാധാനമാണ് ആകാശ് എനിക്ക്. ആ സമാധാനത്തിൽ നീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ശരി ആകാശ് എന്ന് പറഞ്ഞിട്ട് രചന ഉറങ്ങാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ആകാശ് മനസ്സിൽ വിചാരിക്കണ്ട്, എടി മോളെ, നിന്റെ മോൻ ഇന്നും കൂടിയേ നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ. നാളെ അവൻ ഉറങ്ങാൻ പോണത് അവന്റെ അച്ഛന്റെ ഫ്ലാറ്റിലായിരിക്കും. നീ ഇവിടെ നിൽക്കണം എന്റെ അടിമയായിട്ട്. നിന്റെ മോൻ പോട്ടെ, അല്ലെങ്കിലും അവനെ കൊണ്ട് എനിക്കിനി വലിയ ആവശ്യമൊന്നുമില്ല. അവനിനി ഒന്നിനും കൊള്ളില്ല. അവന്റെ ഡാഡിയുടെ പക്ഷമായി കഴിഞ്ഞപ്പോ തന്നെ അവൻ ഇവിടുന്ന് ഞാൻ മാറ്റേണ്ടതായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അവൻ ഇവിടുന്ന് പോണത് തന്നെയാ നല്ലത്. അല്ലെങ്കിൽ സുമിയുടെ കേസും ആകെ അവതാളത്തിലാകും. അതുകൊണ്ട് അവൻ നാളെ അവന്റെ ഡാഡിയുടെ കൂടെ തന്നെ പോയിക്കോട്ടെ എന്ന് ആകാശ് വിചാരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കോടതി കൂടാൻ വേണ്ടി മഹേഷും അതുപോലെ തന്നെ ഇഷിതയും സ്വപ്നവലി രാമനാഥനും വന്നിട്ടുണ്ട് കേട്ടോ. ചിപ്പിയാണെങ്കിൽ സ്കൂളിൽ പോയി. അതിനുശേഷം രചനയും അതുപോലെ തന്നെ ആദിയും ആകാശ് മേനോനും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും അവിടെ ഇരിക്കുകയാണ്. ജഡ്ജി ആദ്യത്തെ കേസായിട്ട് ആദിയുടെയും രചനയുടെയും മഹേഷിന്റെയും ഈ കേസ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ആദ്യമാണ് ജഡ്ജി ആദ്യം ചോദ്യങ്ങൾ ചെയ്യണത്. മോൻ ആദ്യം പറഞ്ഞത് മോന്റെ മമ്മിയുടെ കൂടെ നിന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് മോന് പോയത് അല്ലെ? അതിനുശേഷം ഇപ്പൊ 5 വർഷം കഴിഞ്ഞു, മോനിപ്പോ പറഞ്ഞ മോന്റെ ഡാഡിയുടെ കൂടെ നിന്നാ മതി എന്ന്. അതിന്റെ കാരണം എന്താണ് എന്ന് ജഡ്ജി ചോദിക്കുമ്പോ ആദ്യം പറയുന്നുണ്ട്, അന്ന് ഞാൻ ചെറുതായിരുന്നു,
എന്റെ മമ്മി പറഞ്ഞ പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോ മോനിപ്പോ വലുതായെന്നാണോ മോൻ പറയണത്? അയ്യോ, വലുതായെന്ന് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മമ്മിയുടെ കൂടെ നിന്ന എനിക്ക് എത്ര ദിവസം ആയുസ് ഉണ്ടാവുമെന്ന് പോലും എനിക്കറിയില്ല. അതെന്താ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ആകാശിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആദ്യം പറയാട്ടോ. ആകാശ് തന്നെ ഉപദ്രവിച്ചതും അതുപോലെ തന്നെ ആകാശ് അത്ര നല്ല മനുഷ്യനല്ലെന്നും ആകാശും മമ്മിയും തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മമ്മീനെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നാണ് ആകാശ് അങ്കിള് പറഞ്ഞത്. മമ്മിക്ക് വേണ്ടിയാണ് ആ വീട്ടിൽ ഞാൻ പിടിച്ച് കടിച്ചു പിടിച്ചു നിന്നത്. പക്ഷെ എന്റെ മമ്മീനെ അയാൾ ഉപദ്രവിക്കാറില്ല, എന്നെ നന്നായിട്ട് ഉപദ്രവിക്കാറുണ്ട്. ഇനി ആ വീട്ടിൽ നിന്ന് ശരിയാവില്ല. പിന്നെ എനിക്കും സമാധാനത്തോടെ സ്വസ്ഥതയോടെ പഠിക്കണം, നല്ല നിലയിലെത്തണം. അതിന് എന്റെ ഡാഡി തന്നെയാ എനിക്ക് വേണ്ടത് എന്ന് ആദ്യം പറയാണ്. ജഡ്ജി ചോദിക്കുന്നുണ്ട്, അല്ല ഇത് മോൻ വല്ലവരുടെ പ്രലോഭനങ്ങൾക്ക് ഇതായിട്ട് പറയാണോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്നുണ്ടില്ല, എന്റെ തീരുമാനങ്ങൾ ഉറച്ച തീരുമാനമാണ്, ഞാൻ എല്ലാം കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ശരി മോനെ പോകാം എന്ന് ജഡ്ജി പറയാണ്. ശേഷം ആകാശിന്റെ രചനയുടെ വക്കീലും അതുപോലെ തന്നെ നമ്മുടെ ഇഷിതയുടെ മഹേഷിന്റെ വക്കീലും തമ്മിലുള്ള വാക്കുതർക്കവും പോരാട്ടവും ഒക്കെയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആകാശിന്റെ വക്കീൽ ചെറുതായിട്ടൊന്ന് അഴഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് മഹേഷിന്റെ വക്കീൽ ഓരോന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഒരു തപ്പി മറുപടി പറയാണ് ആകാശിന്റെ വക്കീൽ കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും രചന ആകാശിനോട് പറയണ്ട്, ആകാശ് ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ആകാശ് ചോദിക്കണുണ്ട്, എങ്ങനെ അല്ല ഒരു മുമ്പത്തെ പോലൊന്നും അല്ല, അവരെന്തോ ഒരു താല്പര്യമില്ലാത്ത പോലെയാണല്ലോ കേസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണത്. നിന്റെ തോന്നലാ രചന. നോക്കി, ഈ കേസ് നമ്മൾ ജയിക്കുമെന്ന് വക്കീൽ ഉറപ്പ് തന്നതല്ലേ, നീ ആ വിശ്വാസത്തിൽ നിൽക്ക്. എന്തായാലും ഈ കേസ് നമ്മൾ ജയിക്കും. ആദിന നിന്റെ കൂടെ തന്നെ പറഞ്ഞു വിടും. ഉറപ്പാണോ? ഉറപ്പാണോ ആകാശ്? ഉറപ്പാണെന്നേ, നീ കാത്തിരിക്ക് എന്ന് ആകാശ് പറയാണ്. ആകാശ് മനസ്സിൽ വിചാരിക്കണ്ട്, പിന്നെ ഇപ്പൊ നിനക്ക് കിട്ടും അവന്റെ ഡാഡി അവനെ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോണ കാഴ്ച നീ കണ്ടോ എന്ന് ആകാശ് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം കോടതി അവസാനം വിധി പറയണ സമയമായിട്ടോ. അങ്ങനെ ആദിത്യൻ മഹേഷ് ഈ കേസില് ഈ ഒരു വാദത്തില് മഹേഷ് അതായത് ആദിയുടെ ഡാഡിയായിട്ടുള്ള മഹേഷിന്റെ കൂടെ നിൽക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ കുട്ടിക്ക് മാസത്തിൽ 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പക്ഷെ കസ്റ്റഡി കൊടുത്തിരിക്കുന്ന മഹേഷിനാണ്. ആ രീതിയിൽ കേസിന്റെ വിധി പറഞ്ഞ് ജഡ്ജി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അത് കേൾക്കുമ്പോൾ രചന ഷോക്കായിട്ട് അങ്ങനെ തന്നെ നിൽക്കുവാട്ടോ. രചന എന്ന് ആകാശ് വിളിക്കുമ്പോൾ രചന പറയണ്ട്, ആകാശ് ജഡ്ജി ഇപ്പൊ എന്താ പറഞ്ഞത്? എന്റെ മോന അവന്റെ ഡാഡിയുടെ കൂടെ വിടാനോ? അതേ രചന, നമ്മൾ കേസ് തോറ്റുപോയി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനില്ലാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. രചന, വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, നീ വാ, നമുക്ക് ഇത് ഹൈക്കോടതി കഴിഞ്ഞാ സുപ്രീം കോടതി വേണമെങ്കിൽ നമുക്ക് പോവാം. നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കല്ലേ, വാ. രചന പക്ഷെ സമ്മതിക്കുന്നില്ല. ഒരു പ്രാന്തീനെ പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണ രചന. മഹേഷ് ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ ആദീനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങ് മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ. മഹേഷിന്റെ ഫ്ലാറ്റ് ആണെങ്കിൽ ഇന്ന് ആഘോഷത്തിന്റെ സമയമാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങൾ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.